പവിത്രവും പാവനവുമായ ഈ അൾത്താരയുടെ വേദിയിൽ എനിക്ക് സാക്ഷ്യം പറയാനുള്ള കൃപ തന്ന എൻ്റെ പരിശുദ്ധ അമ്മയ്ക്കും ഈശോയ്ക്കും ഞാൻ 1000 നന്ദി പറയുന്നു. എൻ്റെ പേര് ബിൻസി, തൊടുപുഴ വഴുത്തലയിൽ നിന്നാണ് വരുന്നത്. പിന്നെ എനിക്ക് ആദ്യമായി പറയാനുള്ളത്, എനിക്ക് 2 മക്കളാണ്. അതിനകത്ത് മൂത്തയാൾ OET എഴുതാനായിട്ട് ഒത്തിരി ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചു. 5 പ്രാവശ്യം OET എഴുതി. അതിനകത്ത് 5 പ്രാവശ്യവും അവൾ ഫെയിലായിപ്പോയി. 6ാമത്തെ എഴുത്തിലാണ് മോൾക്ക് OET ലഭിക്കുകയുണ്ടായത്. അപ്പോൾ മോളും ഞാനും കൃപാസനത്തിൻ്റെ ഉടമ്പടി വസ്തുക്കളെല്ലാം ഉപയോഗിച്ച് മാതാവിനോട് ശക്തമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഒരു OET അവസാന ഡേറ്റോട് കൂടി അവൾ എഴുതി പൂർത്തീകരിക്കുവാന്ന് എന്നോട് പറഞ്ഞു. മമ്മി ഇനി ഞാൻ എഴുതില്ല. അപ്പം ഞാൻ മാതാവിനോട് പറഞ്ഞു, മാതാവേ, അമ്മയ്ക്ക് സാധിക്കുമെങ്കിൽ അമ്മയുടെ ഇഷ്ടം പോലെ എൻ്റെ മകളിൽ സംഭവിക്കട്ടെ. പരിശുദ്ധ അമ്മ മാതാവ് കൂടെ വരണമേ. സഞ്ചാരി അമ്മയായി അമ്മ കൂടെ ആയിരിക്കണമേ. അവളുടെ കൂടെയാകണമേ. അമ്മ എപ്പോഴും അവളുടെ കൂടെയുണ്ടല്ലോ. പരിശുദ്ധ അമ്മയുടെ നിറവാർന്ന സാന്നിധ്യം എൻ്റെ പൊന്നോമന മകളുടെ മേലുണ്ടാകണമേ എന്ന് ഞാൻ എന്നും പ്രാർത്ഥിക്കും. സഞ്ചാരി അമ്മ കൂടെ ചെന്നുകൊണ്ട് എൻ്റെ പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യത്താൽ എൻ്റെ ആ മകൾക്ക് OET 6ാമത്തെ എഴുത്തിൽ പൂർണ്ണമായിട്ടുള്ള വിജയം നൽകി. എൻ്റെ പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യത്താൽ എൻ്റെ കുഞ്ഞിനെ വിജയം നൽകി അനുഗ്രഹിച്ചു. അതിന് ഞാൻ മാതാവിന് കോടാനുകോടി നന്ദി പറയുന്നു. പിന്നെ അങ്ങനെ അവൾ ഇൻ്റർവ്യൂവിന് വേണ്ടിയിട്ട് നിൽക്കുന്ന സമയത്ത് ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു, മാതാവേ, എൻ്റെ അമ്മയെ പോലെ ഒരു ഗ്രേ കളറിലുള്ള ഒരു വേഷം അണിഞ്ഞ ഒരു വ്യക്തി അവളെ ഇൻ്റർവ്യൂ ചെയ്യുവാനും ആ ഇൻ്റർവ്യൂ അവളുടെ ബർത്ത്ഡേയുടെ സമയത്ത് ഒരു ഗിഫ്റ്റായിട്ട് ആ ഇൻ്റർവ്യൂവിൽ അവൾ പാസ്സാകുവാനും എൻ്റെ പരിശുദ്ധ അമ്മയെ അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിച്ചു. അങ്ങനെ അവൾക്ക് ജൂൺ 15-ാം തീയതി അവൾക്ക് ഇൻ്റർവ്യൂ പാസ്സാകാനുള്ള കൃപ ലഭിക്കുകയും ആ വിജയത്തിലൂടെ അവൾ അയർലൻഡിലേക്ക് പോകുവാൻ പരിശുദ്ധ അമ്മ 6 ലക്ഷം രൂപയോളം മുടക്ക് വന്നു. ആ സമയത്ത് മോളെ പഠിപ്പിച്ചതിൻ്റേതായ ബുദ്ധിമുട്ടുകൾ ഇരിക്കുന്ന സമയത്തും 5 പ്രാവശ്യം OET എഴുതിയതിൻ്റെ ബുദ്ധിമുട്ടിൻ്റെ സമയത്തുമാണ് ഈ 6ാമത്തെ എഴുത്തിൽ 6 ലക്ഷം രൂപയോളം മുടക്ക് പെട്ടെന്ന് തന്നെ വരികയാണ്. അങ്ങനെ ആ സമയത്ത് എൻ്റെ മോൾക്ക് 6 ലക്ഷം രൂപയും എൻ്റെ പരിശുദ്ധ അമ്മയുടെ ആ ശക്തമായ കരത്തിൻ്റെ കീഴിൽ ഞാൻ താഴ്മയോടെ നിന്നപ്പോൾ എൻ്റെ അമ്മ ശക്തമായിട്ട് ഇടപെട്ടുകൊണ്ട് ആ മകളുടെ മേൽ പ്രവർത്തിച്ചു. അങ്ങനെ അവൾ അയർലൻഡിൽ ചെല്ലുകയും അവിടെ നല്ല ഹോസ്പിറ്റലിൽ അവൾ മെഡിക്കൽ കോളേജിൽ തന്നെ അവൾക്ക് അഡ്മിഷൻ ലഭിക്കുകയും അവിടെ ജോലി കിട്ടി. അവൾ 4 ലക്ഷം രൂപ സാലറി മേടിക്കുകയും എൻ്റെ പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യം ഒന്നുകൊണ്ട് മാത്രമാണ് അത് ലഭിച്ചത് എന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. മോൾ അവിടെ ഇച്ചിരി ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. കാരണം ഓരോ മെഡിക്കൽ ഡിപ്പാർട്ട്മെൻറ്റുകളിലും അവൾക്ക് അതിൻ്റേതായ ബുദ്ധിമുട്ടുകളുണ്ട്. ഓരോ ഡിപ്പാർട്ട്മെൻറ്റ് മാറി മാറി കൊടുക്കേണ്ട സാഹചര്യങ്ങളാണ് മോൾക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു, മകളെയും സഞ്ചാരി അമ്മേനെ മുറുകെ വിളിക്കുക. അമ്മ മാതാവ് നിൻ്റെ കൂടെ വന്നോളും. നീ അമ്മേനെ വിളിച്ചാൽ അമ്മ നിൻ്റെ കൂടെയുണ്ട്. എപ്പോഴും നിൻ്റെ കൺമുമ്പിലിരിക്കുന്ന അമ്മേനെ നീ മാറി മാറി വിളിക്കുക. അമ്മ എപ്പോഴും തിരുക്കുമാരനും അമ്മയും നിൻ്റെ കൂടെ വന്നോളും എന്ന് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് ഇപ്പോൾ അവൾക്ക് വലിയ കുഴപ്പമില്ലാതെ ജോലി ഒരു കുഴപ്പവും കൂടാതെ അവൾ പോകുന്നു. രണ്ടാമതായിട്ട് എനിക്ക് പറയാനുള്ളത്, ഞാൻ 30 ലക്ഷം രൂപയോളം ഈ മക്കളുടെ കാര്യത്തിന് വേണ്ടിയിട്ട് ഒത്തിരി ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചു. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് പല വ്യക്തികളായിട്ട് പരിശുദ്ധ അമ്മയിലൂടെ ഇടപെടലിലൂടെ എനിക്ക് ലഭിക്കുകയുണ്ടായി. ആ 30 ലക്ഷം രൂപയും കൊടുത്ത് ഇനി എനിക്ക് ഏകദേശം ഒരു 5 അല്ല 6 ലക്ഷം രൂപയോളം കടബാധ്യതകളേ ഉള്ളൂ. അതും അമ്മ മാതാവ് കൂടെ നടന്നുകൊണ്ട് എൻ്റെ മുന്നേ എൻ്റെ അമ്മ മാതാവ് നടന്ന് എൻ്റെ ഓരോ മേഖലയുടെ മേലും പരിശുദ്ധ അമ്മ സാന്നിധ്യത്താൽ നിറഞ്ഞു കവിഞ്ഞൊഴുകി എൻ്റെ അനുഗ്രഹങ്ങൾ സാധിച്ചു തരുന്നു. അങ്ങനെ ഞാനൊരു വീടിന് വേണ്ടിയിട്ട് ഞാൻ ഒത്തിരി വിഷമിച്ചു. ആ വീടില്ലാതിരുന്ന സമയത്ത് എൻ്റെ അമ്മയോട് ഞാൻ ആവശ്യപ്പെട്ടു, അമ്മേ, എനിക്കൊരു ഭവനം തന്ന് എൻ്റെ അമ്മ മാതാവ് അനുഗ്രഹിക്കണമേ. മാതാവേ, അമ്മയുടെ ഭവനത്തിന് ഞാൻ കൃപാലയം എന്ന് പേരിട്ടോളാവേ. എൻ്റെ അമ്മ മാതാവ് അതിനായിട്ട് ഒരുങ്ങണമേ. എനിക്ക് അതിനായിട്ട് സമയം ഒരുക്കി തരണമേ. എൻ്റെ പരിശുദ്ധ അമ്മ ഇടപെടണേ എന്ന് പ്രാർത്ഥിച്ചു. അതിൻ്റെ ഫലമായിട്ട് 3 മാസത്തിനുള്ളിൽ എൻ്റെ പരിശുദ്ധ അമ്മ ഹൈവേ റോഡിൻ്റെ അരികിൽ, അതായത് ബസ് സർവീസും കംപ്ലീറ്റ് എല്ലാ ബസ്സുകളും ഓടുന്ന ഒരു സ്ഥലത്ത് എൻ്റെ പരിശുദ്ധ അമ്മ 17 സെൻറ്റ് സ്ഥലത്തോടു കൂടി എൻ്റെ അമ്മ എനിക്കൊരു നല്ല ഭവനം തന്നു. ആ അമ്മയുടെ ഭവനത്തിന് ഞാൻ കൃപാലയം എന്ന് പേരിട്ടു. അങ്ങനെ 6 മാസമായി ആ ഭവനത്തിൽ ഞാൻ കയറി താമസിക്കാൻ തുടങ്ങിയിട്ട് അവിടെ നിന്നാണ് ഞാനും എൻ്റെ മക്കളും ഇന്ന് ഉടമ്പടി എടുക്കാനായിട്ട് പോകുന്നത്.
അങ്ങനെ ഞങ്ങൾക്ക് ഒത്തിരി അനുഗ്രഹങ്ങൾ. പിന്നെ എൻ്റെ വയറ്റിൽ ഒരു 4 മുഴയുണ്ട്. ആ മുഴ ബ്ലീഡിങ്ങും ഉണ്ട്. പരിശുദ്ധ അമ്മയുടെ ആ പൂജ്യമായ വസ്തുക്കൾ, ഉടമ്പടി തൈലം, ഉടമ്പടി ഉപ്പ് തേന്, ഇതെല്ലാം ഉപയോഗിച്ചതിൻ്റെ ഫലമായിട്ട് എൻ്റെ മുഴയ്ക്ക് ഇപ്പോൾ ഒത്തിരി ആശ്വാസം. എൻ്റെ വയറ് സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾക്കെല്ലാം, ബ്ലീഡിങ്, ഇതെല്ലാം എൻ്റെ പരിശുദ്ധ അമ്മ എനിക്ക് മാറ്റി തന്നു. പിന്നെ എനിക്കൊരു കാര്യം കൂടെ ഉണ്ട്. എൻ്റെ HB തീരെ താന്നുകൊണ്ടിരിക്കുവാണ്. 5 പോയിൻറ്റിലായിരുന്നു എൻ്റെ HB. 12 പോയിൻറ്റിലാകേണ്ട HB എനിക്ക് 5 പോയിൻറ്റിലായിരുന്നു. കാരണം ഞാൻ 10 കിലോ അരി ഒരു ചാക്കിനകത്തിരുന്നാൽ ഞാൻ ആ 10 കിലോ അരിക്കകത്ത് 2 കിലോ അരി ബാക്കി വെച്ചിട്ട് 8 കിലോ അരിയും ഞാൻ കഴിക്കുമായിരുന്നു. അങ്ങനെ എനിക്ക് വിശപ്പില്ല, ബ്ലീഡിങ് കാര്യങ്ങളെല്ലാം എനിക്ക് വന്നുകൊണ്ടിരുന്നു. ഞാൻ അമ്മയോട് പ്രാർത്ഥിച്ചു, അമ്മ എനിക്ക് തന്ന ജീവനല്ലേ, ആ ജീവനെ അമ്മ മാതാവ് കാത്തു പരിപാലിക്കണമേ, എനിക്ക് ഒരു കുഴപ്പവും കൂടരുതേ. എൻ്റെ പരിശുദ്ധ അമ്മേ, എനിക്ക് ഇനി അരിതീറ്റ ഒന്ന് മാറ്റി തരണമേ. ഞാൻ പ്രാർത്ഥിക്കാത്ത ദൈവങ്ങളില്ല, പ്രാർത്ഥനാ സഹായം ചോദിക്കാത്ത മനുഷ്യരില്ല ഈ അരിതീറ്റയ്ക്ക് വേണ്ടി. അങ്ങനെ ഞാൻ കൃപാസനത്തിൽ വന്ന് പ്രാർത്ഥിച്ച് എൻ്റെ അമ്മയുടെ ഉപ്പും ഈ ലോക്കറ്റ് ഞാൻ വായിൽ വെച്ച് ഞാൻ പ്രാർത്ഥിച്ചു, അമ്മേ എനിക്ക് അരിതീറ്റ മാറ്റി തരണേ. കാരണം അരി കാണുമ്പോൾ എനിക്ക് വളരെയധികം ഫീലിംഗ് ആണ്, അരി തിന്നണം എന്നുള്ളൊരു ജ്വരമാണ്. അങ്ങനെ എനിക്ക് ഛർദി, തലകറക്കം എന്ന് വേണ്ട സർവ്വ രോഗങ്ങളും വന്നു. എന്നിട്ട് ഞാൻ പ്രാർത്ഥിച്ചു. അതിൻ്റെ ഫലമായിട്ട് എൻ്റെ അമ്മയുടെ ശക്തമായിട്ട് ഇടപെടലുകൊണ്ട് എൻ്റെ അമ്മ മാതാവ് എൻ്റെ അരിതീറ്റ കംപ്ലീറ്റ് 4 വർഷമായിട്ട് ഞാനിപ്പോൾ അരി കാണുമ്പോൾ എനിക്ക് ഓക്കാനമാണ്. എൻ്റെ അമ്മയുടെ ഒരൊറ്റ ഈ ലോക്കറ്റിൻ്റെ ഒരു ശക്തിയും ഉപ്പിൻ്റെ ശക്തിയും ഒന്നുകൊണ്ട് മാത്രമാണ്. അങ്ങനെ അതും എൻ്റെ പരിശുദ്ധ അമ്മയിലൂടെ എനിക്ക് സാധിച്ചു തന്നു. കാരുണ്യ പ്രവൃത്തികളായിട്ട് ഞാൻ ഓരോ ഹോസ്പിറ്റൽ വഴിയും പത്രം കൊണ്ട് കൊടുക്കാൻ പോകുമ്പോൾ ഓരോ രോഗികളെയും കണ്ട് അവർക്ക് പത്രത്തിൻ്റെ വില എന്താണെന്നും ആ മൂല്യം എന്താണെന്നും മനസ്സിലാക്കി അവരുടെ നെറ്റിയിൽ ശിരസിൽ കൈവച്ച് വിരിച്ചു പിടിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് വിശ്വാസ പ്രമാണം ചൊല്ലി ഉടമ്പടി തൈലം അവരുടെ ശിരസിൽ തൂത്തുകൊണ്ട് പരിശുദ്ധ അമ്മയുടെ ഉപ്പ് കൈകളിൽ കൊടുത്തുകൊണ്ട് അമ്മ മാതാവിൻ്റെ സാന്നിധ്യം നിങ്ങളുടെ എല്ലാ മേഖലയിലും ഉണ്ടാകട്ടെ, നിങ്ങൾക്ക് രോഗങ്ങൾക്കെല്ലാം സൗഖ്യം നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് മാത്രമാണ് ഞാൻ ആ പത്രം കൊടുക്കുന്നത്. എനിക്ക് പള്ളി അങ്കണത്തിന് മുൻപിലോ വെയിറ്റിംഗ് ഷെഡിൻ്റെ മുമ്പിലോ ഈ പത്രങ്ങൾ വെക്കുന്ന കാര്യത്തിൽ ഒത്തിരി ബുദ്ധിമുട്ടുകളുണ്ട്. ഞാൻ വെക്കുന്ന വ്യക്തികളോട് പറയും, നമ്മൾ ഉടമ്പടി എടുത്ത വസ്തുക്കളല്ലേ, ആ വസ്തുക്കൾ പൂജ്യമായി ഉപയോഗിക്കേണ്ടതല്ലേ. എന്തുമാത്രം പേരാണ് ഈ പത്രം ഇട്ട് തട്ടിക്കളിക്കുന്നത്. ഓരോ പള്ളിയിലും വരുമ്പോൾ ഈ പത്രം ഇട്ട് കാണുമ്പോൾ എനിക്ക് വിഷമമുണ്ട്. അതുകൊണ്ട് ഞാൻ പറയും, നിങ്ങൾ വെക്കുന്ന പത്രം ഞാൻ എടുത്തുകൊണ്ട് പോയി കൊടുത്തോളാം. ഈ പത്രം ഇങ്ങനെ വെക്കാനുള്ള പത്രമല്ല, അത് ദൈവത്തിൻ്റെ ശക്തമായിട്ടുള്ള ഇടപെടലിൻ്റെ പത്രമാണ്. ആ പത്രം ഞാൻ അങ്ങനെ കൊടുത്ത് കാരുണ്യ പ്രവൃത്തികളായിട്ട് ചെയ്യും. പിന്നെ ഞാൻ രോഗികൾക്ക് ഒത്തിരി ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവർക്ക് ഞാൻ പൈസയായിട്ട് കൊടുക്കും. പിന്നെ മക്കളായിട്ട് ദൈവം അനുഗ്രഹിച്ച് എനിക്കിപ്പം ദൈവത്തിൻ്റെ കൃപ കൊണ്ടും എനിക്ക് കുറവുകളൊന്നുമില്ല. നിറവുകളാക്കി എൻ്റെ ജീവിതത്തെ ദൈവം ശക്തമായിട്ട് അനുഗ്രഹിക്കുന്നുണ്ട്. എല്ലാം പരിശുദ്ധ അമ്മ തന്ന, ഈശോ തന്ന ഈ അനുഗ്രഹത്തിന് കോടാനുകോടി. ഇനിയും ഒത്തിരി സാക്ഷ്യങ്ങൾ പറയാനുണ്ട്. ഇത് പെട്ടെന്നുള്ളൊരു പറച്ചിലായതിൻ്റെ പേരിൽ ഞാൻ ഒത്തിരി എടുത്ത് റിപ്പീറ്റ് ചെയ്യുന്നില്ല. എല്ലാം ദൈവം എനിക്ക് തന്ന് എന്നെയും എൻ്റെ മക്കളെയും കാത്തു പരിപാലിക്കുന്ന ദൈവത്തിനും പരിശുദ്ധ അമ്മയ്ക്കും ഞാൻ കോടാനുകോടി നന്ദി അർപ്പിച്ചുകൊണ്ട് ഈ സാക്ഷി ഇവിടെ നിർത്തട്ടെ. 1 സാമുവേൽ 12:14. നിങ്ങൾ കർത്താവിനെ ബഹുമാനിക്കുകയും സേവിക്കുകയും അവിടുത്തെ സ്വരം ശ്രവിക്കുകയും കൽപ്പനകൾ ധിക്കരിക്കാതിരിക്കുകയും അവിടുത്തെ അനുഗമിക്കുകയും ചെയ്താൽ എല്ലാം ശുഭമായിരിക്കും. ബിൻസി ജോൺ എന്ന ഈ സഹോദരി തൻ്റെ കുടുംബത്തിൻ്റെ വിവിധ നിയോഗങ്ങൾ പരിശുദ്ധമ്മയുടെ ഉടമ്പടി ജീവിതത്തിലൂടെ അനുഗ്രഹമായി ലഭിച്ചതിനെയാണ് ഈ എൽത്താരയിൽ സാക്ഷ്യപ്പെടുത്തിയത്. 2 മക്കളുടെയും ജീവിതങ്ങൾ സുരക്ഷിതമാക്കുന്നതിന് വേണ്ടി അമ്മയുടെ അരികിൽ നിയോഗം സമർപ്പിച്ച് പ്രാർത്ഥിച്ചതിലൂടെ ഒരാൾ അയർലൻഡിലും മറ്റൊരാൾ UK-യിലും പഠനത്തിനും ജോലിക്കുമായി എത്തിച്ചേരുവാൻ അമ്മ വഴി നടത്തുകയും എല്ലാ കാര്യങ്ങളും ക്രമീകരിച്ച് അനുഗ്രഹിക്കുകയും ചെയ്തതിനെ അൾത്താരയിൽ സാക്ഷ്യപ്പെടുത്തി. ഇത്തിരി കടബാധ്യതകൾ ഈ മക്കളുടെ പഠനവുമായി ബന്ധപ്പെട്ട് വന്നത് ഈ നാളുകളിൽ അമ്മ മാതാവ് തന്നെ പൂർണ്ണമായും അത് വീട്ടത്തക്ക വിധത്തിൽ മക്കളുടെ വരുമാനത്തിലൂടെ അമ്മയെ സഹായിച്ചതിനെയും തക്ക സമയത്ത് വിദേശത്ത് പോകുന്ന ആ കാലയളവിൽ ഓരോ പണവും ഓരോരുത്തരെ ക്രമീകരിച്ച് യാതൊരു ബുദ്ധിമുട്ടുമില്ലാതെ എല്ലാ കാര്യങ്ങളും നടത്തിക്കൊടുത്തതിനും അമ്മ അൾത്താരയിൽ നന്ദി പറഞ്ഞു. അതോടൊപ്പം തന്നെ ഒരു കുടുംബത്തിന് വേണ്ടിയുള്ള ഭവനത്തിന് വേണ്ടിയുള്ള വലിയ ആഗ്രഹത്തെയും നിയോഗത്തെയും അമ്മയുടെ കരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുത്തപ്പോൾ ചുരുങ്ങിയ നാളുകൾക്കുള്ളിൽ ബലവത്തായ നല്ലൊരു ഭവനം പൂർത്തീകരിച്ചെടുക്കുവാൻ സാധിച്ചതിനെയും സാക്ഷ്യപ്പെടുത്തി. പിന്നെ ഒരു ശീലമായി വന്ന് ആരോഗ്യത്തെ ദോഷകരമായി ബാധിച്ച ഒരു പ്രശ്നത്തെയും അമ്മയുടെ കരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുത്ത് നീർത്തവസ്തുക്കൾ ഉപയോഗിച്ച് പൂർണ്ണമായി ലഭിച്ച സൗഖ്യത്തെയും ആ ശീലത്തിൽ നിന്നുള്ള പിന്മാറ്റത്തെയും സഹോദരി എൽത്താരയിൽ സാക്ഷ്യപ്പെടുത്തി. പ്രിയമുള്ളവരെ, ഉടമ്പടി ജീവിതം
നമ്മൾ ദൈവത്തിൻ്റെ കരം പിടിച്ച് അമ്മ മാതാവ് നമ്മളെ നിരന്തരം സംരക്ഷിച്ച് നടത്തുന്ന ഒരു വലിയ യാത്രയാണ്. ഇവിടെ വിശ്വസ്തത കൊണ്ട് ദൈവത്തോട് നമ്മൾ ചേർന്ന് നിൽക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൻ്റെ ഏതൊരു മേഖലയിലും ഏതൊരു വിഷയത്തെയും എത്ര ക്ലേശമുള്ളതും എത്ര സങ്കടമുള്ളതും അതിന്മേൽ ദൈവികമായ ഇടപെടലും അനുകൂലമായ അനുഗ്രഹങ്ങളുടെ പ്രവാഹവും നമുക്ക് കാണുവാനാവും. കാരണം കൃപാസനം അനുഗ്രഹ പ്രവാഹത്തിൻ്റെ ഒരിടമാണ്. എല്ലാ ഇടവും എല്ലാ പള്ളികളിലും ഒരുപോലെയുള്ള ഒരു ദൈവിക ചൈതന്യം ഉണ്ടെന്ന് നമുക്ക് പറയുവാനാവില്ല. പല ഇടങ്ങൾക്കും പ്രത്യേകതകളുണ്ട്. ഇവിടെ എന്നും പ്രാർത്ഥന കൊണ്ട് ആയിരക്കണക്കിന് മക്കളുടെ കണ്ണീരും ആയിരക്കണക്കിന് മക്കളുടെ പ്രാർത്ഥനകളും നിരന്തരം ദൈവസന്നിധിയിലേക്ക് ഉയരുന്ന ഇടമായതുകൊണ്ട് തന്നെ അനുഭവങ്ങളിലൂടെ അടയാളങ്ങളിലൂടെ ദൈവം കാലത്തിന് നിരന്തരമായ സാന്നിധ്യം കൈമാറിക്കൊണ്ടിരിക്കുന്ന ഇടം കൂടിയാണ് കൃപാസനം എന്നത്. മരിയൻ ഉടമ്പടിയിലൂടെ നമ്മുടെ ജീവിതത്തെയും നമ്മുടെ ജീവിത രീതികളെയുമാണ് പരിശോധിക്കപ്പെടുന്നത്. ആത്മാവിനെ വിശുദ്ധീകരിച്ചുകൊണ്ട് ദൈവനാമത്തെ മഹത്വപ്പെടുത്തുവാൻ നമ്മൾ നമ്മുടെ ജീവിതങ്ങളെ ക്രമീകരിക്കുമ്പോൾ ദൈവം കരബലത്തോടു കൂടി കൂടെ നിൽക്കുന്നത് ഏത് വലിയ സങ്കടത്തിൻ്റെ നാളുകളിലും നമുക്ക് ഉയരുവാനും മുന്നേറുവാനും പറ്റുന്ന വിധത്തിൽ വഴികൾ ഒരുക്കുന്നതും നമുക്ക് കാണാനാവും. എല്ലാ സങ്കടവും മാറിയ ഒരു ജീവിതം ഉണ്ടാകുമെന്നല്ല, പ്രതിസന്ധികൾക്ക് നടുവിലും നമ്മളെ കരം പിടിക്കുന്ന, നമ്മളെ ആശ്വസിപ്പിക്കുന്ന, നമുക്ക് മുന്നോട്ടുള്ള വഴികൾ തുറക്കുന്ന ദൈവത്തിൻ്റെ സാന്നിധ്യം നമുക്കെപ്പോഴും അനുഭവിക്കുവാനാവും. അതുകൊണ്ട് തന്നെ ഉടമ്പടിയുടെ ജീവിതം ദൈവിക സംരക്ഷണത്തിൻ്റെ ജീവിതമാണ്. ഉടമ്പടിയുടെ ജീവിതം ദൈവത്തിൽ ആശ്രയിച്ച് നാം കൊടുക്കുന്ന നിയോഗങ്ങൾക്ക് അമ്മയുടെ സഹായത്താൽ ദൈവം ഉടനടി പരിഹാരം നൽകുന്ന ഒരു ജീവിതവുമാണ്. കാരണം ഉടമ്പടി നാം എടുക്കുമ്പോൾ നാം വയ്ക്കുന്ന ഓരോ നിയോഗവും ലക്ഷക്കണക്കിന് മക്കൾ അവരുടെ മധ്യസ്ഥ പ്രാർത്ഥനയിൽ നിരന്തരം ദൈവസന്നിധിയിലേക്ക് സമർപ്പിച്ചു കൊണ്ടിരിക്കുകയാണ്. ഈ പ്രാർത്ഥനയുടെ ബലവും ശക്തിയും ഈ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ കൃപയും നമ്മുടെ ജീവിതത്തിന് അനുഗ്രഹമാകുന്നതിന് കാരണമാകുന്നു. അതുകൊണ്ട് ഉടമ്പടിയിൽ നാം ഒരു നിയോഗം വയ്ക്കുമ്പോൾ നമ്മുടെ കഴിവുകളെക്കാൾ, നമ്മുടെ വിശുദ്ധിയേക്കാൾ, നമ്മുടെ പ്രാർത്ഥനാരൂപിയേക്കാൾ ദൈവസന്നിധിയിൽ ആയിരക്കണക്കിന് മക്കളുടെ കണ്ണീരുള്ള വിശുദ്ധിയുള്ള പ്രാർത്ഥന നമ്മുടെ ജീവിത വിഷയങ്ങൾക്ക് അനുഗ്രഹമായി തീരുന്നു. അതുകൊണ്ട് ഈ കുടുംബം ഇന്ന് ഈ അൾത്താരയിൽ വലിയ സമാധാനത്തോടും സന്തോഷത്തോടും കൂടി ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും അമ്മയിലൂടെ ലഭിച്ച അനുഗ്രഹങ്ങൾക്ക് നന്ദി പറയുമ്പോൾ നമ്മുടെ ജീവിതങ്ങളെയും അമ്മയുടെ തിരുവൾത്താരയിൽ സമർപ്പിക്കാം. അത് കടന്നു പോകുന്ന പ്രതിസന്ധികൾ, അതിൻ്റെ പരാജയങ്ങൾ, ഈ ദിനങ്ങളിൽ നാം നേരിടുന്ന പ്രത്യേകമായ വിഷയങ്ങൾ, അതോരോന്നിനും അമ്മയിലൂടെ ഈശോ നമ്മളെ സഹായിക്കുവാൻ, അനുഗ്രഹിക്കുവാൻ വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് ഈ കുടുംബത്തിൽ ലഭിച്ച ഈ അനുഗ്രഹങ്ങൾക്ക് കരങ്ങളടിച്ച് ഈ സാക്ഷ്യം ദൈവസന്നിധിയിൽ അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിന്റെ പ്രേക്ഷിതരാകുക.